ഹലോ ഓൾ, ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന കാര്യം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സങ്കടം തോന്നും, ചിലപ്പോൾ ദേഷ്യം വന്നേക്കാം. പക്ഷേ എന്തായാലും നമുക്ക് മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണിത്. അതായത് നമുക്കറിയാം കേരളത്തിലുള്ള ഒരുപാട് കുട്ടികൾ അവരുടെ 4th സ്റ്റാൻഡേർഡിലും 7th സ്റ്റാൻഡേർഡിലും അവർ ഡ്രീം ചെയ്യുന്ന 2 സ്കോളർഷിപ്പ് എക്സാമുകളാണ് LSS, USS എന്നുള്ളത്. മാസങ്ങളോളം കുട്ടികൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാറുണ്ട്. അങ്ങനെ അവർ പോയി എഴുതുന്നു. എല്ലാ വർഷവും 10,000-ഓളം കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പുകൾ കിട്ടാറുണ്ട്. പക്ഷേ ആക്ച്വലി ഈ വളരെ റീസെൻ്റ്ലി ഞാനൊരു വാർത്ത കാണാനിടയായി. 2018 ശേഷം നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടില്ല, ഒരാൾക്ക് പോലും ഈ സ്കോളർഷിപ്പ് എമൗണ്ട് കൊടുത്തിട്ടില്ല. ഒരു സർട്ടിഫിക്കറ്റ് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അത് കേട്ടപ്പം അല്ലെങ്കിൽ ആ വാർത്ത കണ്ടപ്പം ശരിക്കും ടീച്ചർ എന്നുള്ള നിലക്ക് USSന് ഒരുപാട് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് XNY ലേണിംഗ്. അപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സങ്കടമാണ് തോന്നിയത്. കാരണം കുട്ടികൾ ഇത്രയധികം പ്രിപ്പയർ ചെയ്തിട്ട് അവരുടെ ഒരു ഡ്രീമാണ് ഒരു സ്കോളർഷിപ്പ് നേടിയെടുക്കുക എന്നുള്ളത്. USS എക്സാം ഉണ്ട്, അത് കഴിഞ്ഞ് NMMS എക്സാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു കുട്ടിയെ അവരുടെ സ്റ്റേറ്റ് ലെവലിലോ അല്ലെങ്കിൽ നാഷണൽ ലെവലിലോ ടോപ്പറാക്കി മാറ്റുന്ന എക്സാമിനേഷൻസ് ആണ്. അപ്പോൾ അതിന് വിജയിച്ച ആളുകൾക്ക് അല്ലെങ്കിൽ സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾക്ക് അവരർഹിക്കുന്ന എമൗണ്ടോ അല്ലെങ്കിൽ അപ്രീസിയേഷൻ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരമായ കാര്യം തന്നെയാണ്. 30 കോടിയോളം രൂപയുടെ കടമാണ് കഴിഞ്ഞൊരു 4-5 വർഷങ്ങളായിട്ട് നമ്മുടെ ഗവൺമെൻറ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ബാക്കിയുള്ളത്. 2023 ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ എക്സാമിന് പോലും സ്കോളർഷിപ്പ് എമൗണ്ട് ആർക്കും തന്നെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. ആൻഡ് ഇത് മാത്രമല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ USS വിന്നേഴ്സ് ആയിട്ടുള്ള LSS വിന്നേഴ്സ് ആയിട്ടുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരും പറയുന്നത് ആക്ച്വലി സെയിം കാര്യം തന്നെയാണ്. അവർക്ക് ഇതുവരെ അതിൻ്റെ എമൗണ്ട് കിട്ടിയിട്ടില്ല. LSSന് 1000 രൂപയും അതുപോലെ തന്നെ USSന് 1500 രൂപയുമാണ് സ്കോളർഷിപ്പ് എമൗണ്ട് ആയിട്ട് റിസീവ് ചെയ്യേണ്ടത്. പക്ഷേ ഇതുവരെ അത് കിട്ടി എന്ന് പറയുന്ന വളരെ റെയർ ആയിട്ടുള്ള ആളുകൾ മാത്രമേ കാണാറുള്ളൂ. എസ്പെഷ്യലി കഴിഞ്ഞൊരു 4-5 വർഷത്തിൽ ആർക്കും തന്നെ ആ എമൗണ്ട് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഈ ഒരു നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു 1000 രൂപയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു 1500 രൂപയ്ക്കോ വേണ്ടിയിട്ടല്ല മാസങ്ങളോളം നമ്മൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലേ? നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് കുട്ടികളുടെ ലിസ്റ്റിൽ എത്തിപ്പെടണം. നമുക്ക് സയൻസും മാത്സും മറ്റ് സബ്ജക്റ്റുകളൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കാനും അതിലൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി അല്ലെങ്കിൽ ഒരു മത്സര പരീക്ഷ എഴുതി വിജയിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് എല്ലാവരും USSന് പ്രിപ്പയർ ചെയ്യുന്നത്. അല്ലാതെ ആ ഒരു പൈസക്ക് വേണ്ടി മാത്രമല്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, പൈസ കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിലെ ബെസ്റ്റ് കുട്ടികളിൽ ഒരാളായിട്ട് മാറണം എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് XNY ലേണിംഗ് നമ്മുടെ കുട്ടികളോട് എപ്പോഴും പറയാറുള്ളത്. നമ്മൾ സ്കൂൾ ലെവലിൽ നിന്നാൽ പോരാ, അതിനേക്കാൾ മുകളിലേക്ക് എത്തേണ്ട ആളുകളാണ്. സോ USS എക്സാമിനുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു വാർത്ത നിങ്ങളെ ഒരു രീതിയിലും അഫക്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ USS ജയിക്കും, അത് കഴിഞ്ഞ് NMMS എഴുതാൻ കഴിയുന്ന ആളുകൾക്ക് നെക്സ്റ്റ് ഇയർ അത് നേടിയെടുക്കാനുണ്ട്. ഇതുപോലത്തെ ഒരുപാട് സ്കോളർഷിപ്പ് എക്സാമുകളും മറ്റും ഹൈസ്കൂൾ ലെവലിൽ, ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആൻഡ് +1 +2 ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സ്ഥാപനങ്ങളായിട്ടുള്ള IITസും NITസിലും അതുപോലെ തന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്കൊക്കെ അഡ്മിഷൻ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ സിമിലർ ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻസ് ക്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നേരത്തെ ഇത്തരത്തിലുള്ള എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വരുന്ന കുട്ടികൾക്കാണ് അത്തരം എക്സാമുകളിൽ ഫ്യൂച്ചറിൽ ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുക. ഓക്കെ, സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. XNY ലേണിംഗിൻ്റെ USS ചാനലിൽ ഇനിയും ലൈവ് ക്ലാസ്സുകളും ND ക്വിസുകളും നിങ്ങൾക്ക് വേണ്ട മോഡൽ എക്സാമിനേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അതെല്ലാവരും കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുക. ഈ ഒരു ന്യൂസ് കേട്ടതോടുകൂടി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ നിങ്ങളോട് എനിക്ക് ഓപ്പൺലി പറയാനുള്ളത്, 2024 USS എഴുതുന്ന കുട്ടികൾക്കും മേ ബി ആ ഒരു 1500 രൂപ എന്ന് പറയുന്ന എമൗണ്ട് വിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ കിട്ടിക്കോളണം എന്നൊരു നിർബന്ധമില്ല. കഴിഞ്ഞ 5 വർഷമായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു നിർബന്ധമില്ല പൈസ കിട്ടിക്കോളണം എന്നുള്ളത്. പൈസ ആയിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം USS എന്ന് പറയുന്ന സ്കോളർഷിപ്പ് നേടിയെടുക്കുക. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് കുട്ടികളെ സെലക്ട് ചെയ്യുന്ന ലിസ്റ്റിൽ നമ്മുടെ പേരും ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. USS എഴുതാൻ പോകുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സിനും പാരൻസിനും ഒക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ന്യൂസാണ്. ഓക്കെ.